Look here, there and yonder, the world is full of wonder. For all the where and why, hows and the when, what, wheres, there's but one place worthy, Achala Bharati. There's but one place worthy, Achala Bharati. Hello children, how are you all doing? Hope you're all doing well. We learn lot of new things in school, isn't it? Is it the only place where we learn? Come, listen to the story, you will know the answer. Achala Vismaya Loka, an amazing world of limitless fun. Brought to you by Achala Bharati Trust. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പോൾ ഞാനൊരു കഥ പറയാം. കഥയുടെ പേര് എന്താണെന്നറിയണ്ടേ? എന്ത് പാഠമാണ് പഠിച്ചത്? ഒരു ദിവസം ശ്രീധർ അവന്റെ അച്ഛന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ നാളെ മുതൽ സ്കൂളിലേക്ക് ബസ്സിൽ പോയിക്കൊള്ളാം. വാൻ ഓടിക്കുന്ന ചേട്ടനോട് അച്ഛൻ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ശ്രീധരന്റെ അച്ഛൻ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു, എന്തു പറ്റി മോനെ? ആരെങ്കിലും വാനിൽ പ്രശ്നം ഉണ്ടാക്കിയോ? എങ്കിൽ ഞാൻ ആ ചേട്ടനോട് സംസാരിക്കാം. ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് ശ്രീധർ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ വല്ലതും പറഞ്ഞു? അച്ഛൻ ചോദിച്ചു. അയ്യോ ഇല്ല, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. എനിക്ക് ബസ്സിൽ പോകാൻ ഇഷ്ടമാണ്, അത് തന്നെ. ശ്രീധരന്റെ അച്ഛൻ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നോക്കൂ മോനെ, ബസ്സിൽ എപ്പോഴും വലിയ തിരക്കായിരിക്കും. അത് തന്നെയല്ല, ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ നടക്കണം. ബസ്സിൽ നിന്നിറങ്ങി സ്കൂളിലേക്ക് നടക്കണം. നിന്റെ ഈ വലിയ സ്കൂൾ ബാഗും ലഞ്ച് ബോക്സും തനിയെ ചുമക്കുകയും വേണം. അത് നിനക്ക് വളരെ കഷ്ടമായിരിക്കും. നീ ഹൈസ്കൂളിൽ എത്തുമ്പോൾ ഞാൻ സൈക്കിൾ വാങ്ങിച്ചു തരാം. അപ്പോൾ നിനക്ക് അതിൽ പോകാം. അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ടവുമില്ല. ശ്രീധർ പറഞ്ഞു, അച്ഛാ, എന്റെ കൂട്ടുകാരായ ശ്രീനിവാസും ശങ്കറും ബസ്സിലാണ് ദിവസവും സ്കൂളിൽ വരുന്നത്. അവർക്കൊരു പ്രശ്നവുമില്ല. പിന്നെ എനിക്കും ബസ്സിൽ പോയാൽ എന്താണ്? അച്ഛൻ ശ്രീധരന്റെ മുതുകിൽ തട്ടിക്കൊണ്ടിങ്ങനെ പറഞ്ഞു, വാനിൽ പോകുന്നത് ചിലർക്ക് സാമ്പത്തികമായി കഷ്ടമായിരിക്കും. ബസ് പാസ് എടുത്താൽ ചെലവും കുറവായിരിക്കും. ശ്രീധരൻ ഉടനെ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ടല്ല അച്ഛാ, അവർ രണ്ടുപേരും നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി ഉള്ളവരാണ്. അവരുടെ മാതാപിതാക്കൾ പിശുക്കന്മാരുമല്ല. അച്ഛന് അവന്റെ അടുത്ത് വാദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ശരി, ബസ്സിൽ പോകണമെന്ന് നീ നിർബന്ധം പിടിക്കുന്നല്ലോ. ശരിയായ ഒരു കാരണം തരൂ, ഞാൻ എന്നിട്ട് ആലോചിക്കാം. അങ്ങനെ ശ്രീധർ പറഞ്ഞു തുടങ്ങി, ബസ്സിൽ പോയാൽ നമുക്ക് നിറയെ കാര്യങ്ങൾ പഠിക്കാനാവും. എന്ത് കാര്യം? അച്ഛൻ ചോദിച്ചു. അവൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സയൻസ് ടീച്ചർ ആദ്യത്തെ പീരീഡിൽ തന്നെ ചോദിച്ചു, നിങ്ങൾ എന്ത് പാഠമാണിന്ന് പഠിച്ചത്? ക്ലാസ് മുഴുവനും ഉച്ചത്തിൽ ചിരിക്കാൻ ആരംഭിച്ചു. ടീച്ചർ, ഇന്ന് ഇനിയും ഒന്നും പഠിപ്പിക്കാൻ ആരംഭിച്ചിട്ടില്ല, പിന്നെ ഞങ്ങൾ എന്ത് പാഠം പഠിക്കും? രമേശ് ഉച്ചത്തിൽ പറഞ്ഞു. ടീച്ചർ ശാന്തമായി പറഞ്ഞു, ക്ലാസ്സിൽ നിന്ന് മാത്രമേ പാഠം പഠിക്കൂ എന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെ ചുറ്റിൽ നിന്നും ദിവസവും നിങ്ങൾക്ക് ഒരുപാട് പാഠം പഠിക്കാം.
ടീച്ചർ ചോദിച്ചു. അപ്പോൾ ആര് ആദ്യം പറയാൻ തുടങ്ങുന്നു? ശ്രീനിവാസ് എഴുന്നേറ്റ് നിന്ന് കഥ പറയാൻ ആരംഭിച്ചു. അവൻ ഇങ്ങനെ തുടങ്ങി. ഞങ്ങൾ രാവിലെ വളരെ കഷ്ടപ്പെട്ട് ബസ്സിൽ കയറി. ബസ്സിൽ ഭയങ്കര തിരക്ക്. വളരെ ശ്രദ്ധയോടെ ആരെയും ചവിട്ടാതെ മുന്നിലേക്ക് നീങ്ങി. അബദ്ധത്താൽ എന്റെ ബാഗ് ഒരു വയസ്സായ അമ്മാവിന്റെ ദേഹത്തിൽ ഉരസി. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, നിന്റെ ബാഗ് തരൂ, ഞാൻ പിടിക്കാം. വേണ്ട അങ്കിൾ, ഇത് വളരെ ഭാരമുള്ളതാണ്. എന്നാൽ കുട്ടി ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ്. അയ്യോ, വേണ്ട വേണ്ട, എന്റെ ബാഗ് ഞാൻ തരാം. ശ്രീനിവാസ് തന്റെ ബാഗ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ശങ്കർ വേഗം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ബാക്കി കഥ ഞാൻ പറയാം. അവൻ പറഞ്ഞു തുടങ്ങി. അടുത്ത സ്റ്റോപ്പിൽ നടക്കാൻ വയ്യാത്തൊരു യുവാവ് വടിയുടെ സഹായത്തോടെ ബസ്സിൽ കയറി. വേഗം ആ അമ്മാവൻ എഴുന്നേറ്റ് നിന്ന് തന്റെ ആ സീറ്റ് ആ യുവാവിന് കൊടുത്തു. ഇത് കണ്ട കണ്ടക്ടർ മുൻപിലിരുന്നിരുന്ന കോളേജ് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ ഈ വയസ്സായ അമ്മാവൻ തന്റെ സീറ്റ് കൊടുത്തിട്ട് നിൽക്കുന്നത്? നിങ്ങളുടെ സീറ്റ് അദ്ദേഹത്തിന് കൊടുത്തുകൂടെ? ആ കുട്ടികൾ പെട്ടെന്ന് എഴുന്നേറ്റ് തങ്ങളുടെ സീറ്റ് ആ യുവാവിന് കൊടുത്തു. അമ്മാവൻ തന്റെ സീറ്റിൽ തന്നെ ഇരുന്നു. ഈ കഥ കേട്ട ശ്രീധരന്റെ അച്ഛൻ ചോദിച്ചു, നിനക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കണമല്ലേ? ശരി, ഈ മാസം ഞാൻ വാൻ ഡ്രൈവറിന് പൈസ കൊടുത്തു കഴിഞ്ഞു. അടുത്ത മാസം മുതൽ ബസ്സിൽ പോയിക്കൊള്ളു. അപ്പോൾ ശ്രീധരന് ഒരു ഐഡിയ തോന്നി. നമ്മുടെ അടുത്ത് താമസിക്കുന്ന അരുൺ എന്നും നടന്നാണ് സ്കൂളിൽ പോകുന്നത്. എനിക്ക് പകരം ഈ മാസം അവൻ വാനിൽ പോകട്ടെ. അച്ഛൻ അതിനോട് യോജിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അവനും എന്തെങ്കിലും കാര്യമായ കാരണം കാണും നടന്നു പോകാൻ. അതിനു പുറമെ ഈ ഒരു മാസം വാനിൽ പോയാൽ അതിനുശേഷം അവന് നടക്കാൻ ഇഷ്ടമില്ലാതായാലോ? ശ്രീധർ ഒരു നിമിഷം ആലോചിച്ചു പറഞ്ഞു, ശരിയാണ് അച്ഛാ, അവൻ അവന്റെ കൂട്ടുകാരുടെ കൂടെ വളരെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് നടന്നു പോകുന്നു. വഴിയിൽ കളിച്ചും ചിരിച്ചും സ്കൂളിലെത്തി വൈകുന്നേരവും അതേമാതിരി സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തുന്നു. അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ ഈ നടത്തം വളരെ ഇഷ്ടപ്പെടുന്നുവെന്ന്. ശരിയാണ്, അച്ഛൻ പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം ആലോചിച്ചു, നമുക്ക് നമ്മുടെ കുട്ടികളിൽ നിന്ന് വളരെയേറെ പഠിക്കാനുണ്ട്. വളരെ ശരിയാണ്, നമ്മൾ മാതാപിതാക്കൾ വളരെ ചെറുത് എന്ന് തോന്നുന്ന പല വലിയ കാര്യങ്ങളും നമ്മുടെ കുട്ടികളിൽ നിന്നും തന്നെ നാം പഠിക്കുന്നു. ഇത് ഒരു പാഠമാകട്ടെ എല്ലാവർക്കും. Wow, that was a nice story, isn't it? So we learn lot of things from our surroundings and environment. If you also have learned something new from your surroundings and environment, please let us know. We will publish your story too. Pass on this message to your friends also. And don't forget to share your comments. See you. Bye.